ഈ ഒരു ബെല്ലടി ഇട്ടുകൊണ്ടാണ് വീട്ടിൽ കയറിപ്പോയ ഞാൻ തിരിച്ച് ഇറങ്ങി വന്നത്. ഈ ഒരു ബെല്ലടിയും സൈക്കിളും കൊട്ടയൊക്കെ 3-4 വർഷങ്ങൾക്കിപ്പുറം വെച്ചാണ് ഞാൻ കാണുന്നത്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതിന്ന് ഒരെണ്ണം വാങ്ങിത്തരുമോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, കണ്ട തോട്ടിലെയും വെള്ളത്തിലെയാണ്, പാറ്റയും പഴുതാരയും കാണും, അതങ്ങാനും വാങ്ങിച്ചു കഴിക്കും, വയറുവേദന വരും, ചുമ വരും, പനി വരും എന്നുള്ള അച്ഛൻ്റെ അമ്മയുടെ സംസാരം കേൾക്കുമ്പോൾ വേണമെന്നുള്ള ആഗ്രഹം പകുതി വഴിയിൽ ഉപേക്ഷിക്കും. പനിയും തൊണ്ടവേദനയും ഒന്നും വകവയ്ക്കാതെ എന്തായാലും ഞാനൊരു ഐസ്ക്രീം വാങ്ങി കഴിച്ചു. നാളെ എന്താവുമെന്ന് ഒരു പിടുത്തമില്ല. അതൊക്കെ കഴിഞ്ഞാൽ നേരെ വീടെത്തിയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി ഞാൻ ഡിസ്ക്രൈബ് ചെയ്ത് തരാം. പാവ എൻ്റെ ലക്കിക്കുട്ടൻ, അവനെ ഞാൻ അവസാനമായിട്ട് കുളിപ്പിച്ചത് ജാനുവരി 31-നാണ്. അതെത്ര കൃത്യമായിട്ട് എനിക്കറിയാമെന്ന് വെച്ചാൽ അന്ന് അവസാനമായിട്ടാണ് ഞാൻ ഓഫീസിൽ പോയത്. അന്നോട്ട് എൻ്റെ കുട്ടി കുളിച്ചിട്ടില്ല. പാവ, പറഞ്ഞിട്ട് കാര്യമില്ല, ഓണർ ഞാനായി പോയില്ലേ. എന്തായാലും വർഷത്തിൽ 2 കുളി. അതുകൊണ്ട് സോപ്പൊക്കെ ഇട്ട് പതപ്പിച്ച് അവനെ കുളിപ്പിച്ച് അകത്തേറ്റിയ ശേഷം താളിപ്പൊടിയുടെ അടുത്ത ബാച്ചിലത്തേക്കുള്ളത് ഉണങ്ങി സെറ്റായിട്ടുണ്ട്. കഴിഞ്ഞ തവണ വീഡിയോ ഇട്ടപ്പോൾ 2-3 പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോപ്പും സെയിലുണ്ടോന്ന്. ഇത് സെയിലൊന്നും അല്ല, വീട്ടിൽ തുണി നനയ്ക്കാൻ വേണ്ടി അച്ഛൻ സെറ്റ് ചെയ്ത് റെഡിയാക്കുന്നത്. വീഡിയോ കണ്ട് 2-3 പേര് ചോദിച്ചതാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് സോപ്പ്. അത് കഴിഞ്ഞ് ഉച്ചയിറക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അമ്മയും നന്ദിയാറും കോവിലിൽ പോയുള്ള തയ്യാറെടുപ്പിലാണ്. നോക്കൂ, സത്യം പറയാതെ സൂപ്പറാണ്. എൻ്റെ അനിയത്തിയുടെ ഫസ്റ്റ് ട്രൈ ആണെന്ന് പറയത്തില്ല. അപ്പോൾ ഇത്രയൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയായിരുന്നെങ്കിൽ നാളെ തൊട്ട് ഈ പരിപാടിയൊക്കെ അവളെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. എനിക്ക് തോന്നണം അതൊന്നുമില്ല. ഇത്ര നന്നായിട്ട് കുക്ക് ചെയ്താൽ എന്നും അടുക്കളയിൽ കയറണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവൾ അടുക്കളയുടെ പരിസരത്തോട്ടം വരാത്തത്. മതിയായിരിക്കും, അത് തന്നെയായിരിക്കും. വീട്ടിലെ കുട്ടി എമ്പ്രാന്തിരിയുടെ ചക്കയരിശ്ശേരി ഒരു ബ്ലാക്ക് കോഫിയും കുടിച്ചിട്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് എൻ്റെ പഴയ ഓഫീസിൽ നിന്ന് ഒരു കൊറിയർ വന്നത്. ഇത് ഞാൻ അവിടെ യൂസ് ചെയ്തിരുന്ന പെൻ സ്റ്റാൻഡാണ്. പിന്നെ 2 ഗ്രിപ്പർ പെൻ വന്നിട്ടുണ്ട്. ഈ പെന്നിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് വഴക്കവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പെൻ കണ്ടിട്ടില്ല, ക്യാപ്പ് കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി ലാസ്റ്റ് അവർ കണ്ടുപിടിച്ച് തരും. തലക്കിട്ടൊരു കൊട്ട് തരാനുള്ളതാണ്, പക്ഷെ അവരെന്നെ വെറുതെ വിടും. പിന്നെ ഒരു സ്റ്റിങ്ങും 2 ഡയറി മിൽക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.